അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, ഞാൻ നേരത്തെ ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ചോർന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ല എന്ന് ആ, അത് അന്വേഷിച്ച വിചാരണ കോടതി ജഡ്ജി പറഞ്ഞു. പക്ഷേ ഹൈക്കോടതി കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ മിനിയുടെ കയ്യിൽ ആ റിപ്പോർട്ടുണ്ട്. അത് അതിജീവിതയ്ക്ക് കൈമാറുമെന്നാണ് മിനി നേരത്തെ പറഞ്ഞത്. രണ്ട്, ജാമ്യം റദ്ദാക്കാതിരിക്കാൻ പ്രധാനമായും പറഞ്ഞ കാരണം സ്വാധീനിക്കപ്പെടരുത് എന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയുന്നത്. നിഷ്പക്ഷമായി ആ തെളിവുകൾ പരിശോധിക്കണം എന്ന്. നമുക്ക് വിചാരണ കോടതിയിൽ നല്ല വിശ്വാസം പ്രോസിക്യൂഷൻ ഉണ്ട് എന്നാണല്ലോ അഡ്വക്കേറ്റ് ഇ ബി മിനിയുടെ ഒക്കെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ പൊതുസമൂഹത്തിന് ആശങ്ക ഉണ്ടാകേണ്ടതുണ്ടോ? കാരണം വിചാരണ കോടതി എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനമാണ് സാധാരണഗതിയിൽ മേൽക്കോടതികൾ എടുത്തു കാണുന്നത്. എനിക്ക് സാർ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒരു മിനിറ്റ് തരണം. എനിക്ക് മിനി മാഡം പറഞ്ഞതിനൊരു മറുപടിയും പറയേണ്ട ആഗ്രഹമുണ്ട്. 2 ദിവസം മുമ്പ് ഈ തിങ്കളാഴ്ചയായിരുന്നു എന്റെ ജീവിതത്തിലെ ആദ്യ കേസ്. നമ്മുടെ ജസ്റ്റിസ് ബെച്ചു തോമസിന്റെ ബെഞ്ചിലായിരുന്നു. അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയോട് ഒപ്പമായിരുന്നു. ഞാൻ അന്നും മിനി മാഡത്തെ കുറിച്ച് ഇത് തന്നെ പറഞ്ഞു. മിനി മാഡത്തിന്റെ നിഗമനങ്ങളോടും നിലപാടുകളോടും പൂർണ്ണമായി വിയോജിക്കുമ്പോഴും മാഡത്തിന്റെ സമീപനം വളരെ ശരിയാണ്. കാരണം നമ്മൾ പറയുന്നൊരു നിലപാടിനോട് നമുക്ക് വാദിക്കണം. പക്ഷേ അൺഫെയർ ആയ ഒരു കാര്യം അത് പറഞ്ഞ് സ്ഥാപിക്കാൻ ഒരിക്കലും മിനി മാഡം ശ്രമിക്കാറില്ല. ഞാൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണത്. ഞാനും വേണമെങ്കിൽ ഇന്ന് എനിക്ക് വന്നിട്ട് പറയാമല്ലോ, ശ്രീ ദിലീപ് ഒന്നും ചെയ്തില്ല എന്നാണ് ഈ വിധിയുടെ ഇംപ്ലിക്കേഷൻ. പക്ഷെ അങ്ങനല്ല ഇംപ്ലിക്കേഷൻ. മെറിറ്റിലേക്ക് പോകുന്നില്ല, മെറിറ്റിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ അതിന്റെ അർത്ഥം അതാണ്, മെറിറ്റിലേക്ക് പോകുന്നില്ല, അവസാന സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പം കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട, അതുകൊണ്ട് ഇതിങ്ങനെ പോട്ടെ, കേസ് തീരട്ടെ, ഇതാണ് കോടതി പറഞ്ഞത്. അങ്ങ് ചോർന്നു എന്ന് പറഞ്ഞപ്പോ ഒരു നിയമ വിദ്യാർത്ഥിയോ ഒരു അഡ്വക്കേറ്റിനോ ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ചോർന്നു എന്ന് എവിടെയും വന്നിട്ടില്ല. ഇനിയും പുതിയ റിപ്പോർട്ടിൽ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ചോർന്നു എന്ന് നികേഷ് സാറിനെ പോലെ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ പറയുമ്പോൾ ചോർന്നില്ല എന്ന് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇനിയും ചോർന്നു എന്ന റിപ്പോർട്ട് എന്തായാലും ഇതുവരെ വന്നിട്ടില്ല, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ്. അതിന് ഒരർത്ഥത്തിലും ഒരു മലയാളം ഡിക്ഷണറിയിലും ചോർന്നു എന്നൊരർത്ഥം പറയാൻ കഴിയില്ല. അൺഓതറൈസ്ഡ് ആക്സസ് എന്നേ ഉള്ളൂ. അതിന് ടാമ്പറിംഗ് എന്നില്ല, അതിന് മാനിപ്പുലേഷൻ എന്നില്ല. ഇനി അൺഓതറൈസ്ഡ് ആക്സസിന്റെ ഭാഗമായി ചോർന്നു എന്ന റിപ്പോർട്ട് അൺഓതറൈസ്ഡ് ആക്സസിന്റെ മലയാളം എന്താണ്? ചോർന്നു എന്നാണോ സാർ? അതാണെന്ന് പറയുന്നത്. അൺഓതറൈസ്ഡ് ആക്സസിന്റെ മലയാളം ചോർന്നു തന്നെയാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അല്ലെന്നങ്ങനെയാ അത് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായം. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് എന്ന് പറയുന്നത് ചോർന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ. സാർ, ചോർന്നു എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കോപ്പി ഇടുന്നോ അല്ലെങ്കിൽ അല്ലല്ല, ചോർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എൻ്റെ ഡ്യൂട്ടിയുടെ ഉത്തരവാദിത്വത്തിലല്ലാതെ അത് ഞാൻ അൺഓതറൈസ്ഡ് ആയി ആക്സസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ആ വിഷയം പരിഗണിക്കേണ്ടതെങ്കിൽ തന്നെ, ഞാനത് അൺഓതറൈസ്ഡ് ആയി ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചോറലാണ്. ഇനി അങ്ങനെ അൺഓതറൈസ്ഡ് ആയിട്ട് ഞാൻ ആക്സസ് ചെയ്തിട്ട് ഇത് മറ്റെന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ, അല്ല റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആ തയ്യാറാക്കപ്പെടുന്ന റിപ്പോർട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ലല്ലോ, വരട്ടെ. ആ റിപ്പോർട്ടിന് വേണ്ടി ഏറ്റവും ഫൈറ്റ് ചെയ്യുന്ന നികേഷ് സാറാണ്, എനിക്കത് ഓർമ്മയുണ്ട്. പക്ഷേ നികേഷ് സാർ, ഇതെന്റെ മൊബൈലാണ്. എന്റെ മൊബൈൽ ഒരാൾ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ മൊബൈൽ കയറി നോക്കി, ഞാൻ അറിയാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ കണ്ടു, വീഡിയോ കണ്ടു, എന്റെ മെസ്സേജ് വായിച്ചു എന്നാണ്. എന്നാൽ ചോർന്നു എന്ന് പറഞ്ഞാൽ എന്റെ പ്രൈവറ്റ് വീഡിയോസോ അല്ലെങ്കിൽ ഞാൻ സ്വകാര്യമായി സൂക്ഷിക്കുന്നതോ മറ്റു ആയ ഫോട്ടോസോ വീഡിയോസോ മറ്റൊരു മൊബൈലിലേക്ക് പകർത്തി, മറ്റൊരു ലാപ്ടോപ്പിലേക്ക് പകർത്തി വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തു എന്നാണ്. ചോർന്നു വേറെ, അൺഓതറൈസ്ഡ് ആക്സസ് വേറെ. ഞാൻ പറയുന്നതും താങ്കൾ പറയുന്നതും രണ്ട് വ്യാഖ്യാനങ്ങളാണ്. ഞാൻ എന്റെ വ്യാഖ്യാനത്തിൽ അല്ല സാർ, ഞാൻ പറയുന്നത് എന്റെ സാധാരണ ഇംഗ്ലീഷാണ്. അങ്ങ് ഒരു പക്ഷേ അതിന്റെ പിറകിലുള്ള സത്യം അറിഞ്ഞിട്ടായിരിക്കും പറയുന്നത്, എനിക്ക് സത്യം അറിയാത്തോണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് സാധാരണ ജന്മത്തിലെ സാധാരണ ഇംഗ്ലീഷ്, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന, എന്നെ പോലുള്ള പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഒരു പക്ഷേ നികേഷ് സാറിന് ഇതിന്റെ പിന്നിലുള്ള കളികൾ അറിയാമായിരിക്കും, അതുകൊണ്ട് എന്തെങ്കിലും ചോർന്ന് കാണാം. ഇനി ഞാൻ ചോർന്നില്ല എന്ന് പറയുന്നില്ല, നികേഷ് സാറിന് എന്തെങ്കിലും അറിവ് കാണാം. എന്റെ അറിവൊന്നുമല്ല, അത് അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ സ്വന്തം നിലക്ക് പറഞ്ഞതാണ്. ഇതുവരെ ഉള്ള ഡൊമൈനിലില്ല. അവിടെയാണ് പ്രകാശ് ബാരെ സാറിനെ പോലുള്ള സാധാരണക്കാർ ശരിക്കും ഇത് ചോർന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നത്. പ്രകാശ് ബാരെ സാർ വളരെ സിൻസിയർ ആയിട്ടാണ് വാദിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ചോർന്നില്ല എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് എന്നെ പോലുള്ളവർക്ക് വിശ്വസിപ്പിക്കാൻ കഴിയാത്തത് നികേഷ് സാറിനെ പോലെ ഒരാൾ ചോർന്നു എന്ന് പറയുമ്പോൾ സത്യമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടാണ്. ഇപ്പോഴും ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അൺഓതറൈസ്ഡ് ആക്സസ് നടന്നു 3 പ്രാവശ്യം നടന്നു, വിവോ ഫോണുള്ള ഒരു സ്ഥാനത്തിൽ നടന്നു, ഏതാനും സെക്കൻഡുകൾ നടന്നു, കുറെ മിനിറ്റുകൾ നടന്നു, ആർക്കും തർക്കമില്ല. അതിൽ നിന്ന് എന്തെങ്കിലും ചോർന്നു പോയോ? അതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. കാര്യം നമുക്കെല്ലാം
താല്പര്യമുള്ള ആദരവുള്ള അതിജീവിതയുടെ അവരുടെ ജീവിതത്തെ ബാധിക്കാവുന്ന വിഷ്വൽസ് വേറൊരു മൊബൈലിലേക്ക് പകർത്തിയോ, ബാലേന്ദ്രകുമാർ പറഞ്ഞതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രദർശിപ്പിച്ചോ, അല്ലെങ്കിൽ UK ആരെയൊക്കെങ്കിലും ഈ ക്ലിപ്പ് കിട്ടിയോ, ഇത് വലിയ ഇഷ്യൂ ആണ്. കാര്യം നമുക്കൊരു പെങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പെങ്ങളുടെ ഒരു സ്വകാര്യ വീഡിയോ ഉണ്ട്, നമ്മുടെ പെങ്ങളൊന്നുമല്ല, എല്ലാവരുടെയും കാര്യത്തിൽ അല്ല, എല്ലാവരുടെയും കാര്യം ഞാൻ പറഞ്ഞ ഉദാഹരണമാണ്. അപ്പൊ ഒരു വീഡിയോ ചോർന്നു എന്ന് പറയുന്നതും ആ വീഡിയോയ്ക്ക് അൺഓതറൈസ് വീഡിയോ അല്ല, ആ വീഡിയോ ഉള്ള ഫോണിലേക്ക് അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറയുന്നതും അജവും ഗജവും തമ്മിലുള്ള വ്യത്യാസമാണ്, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. ശരി.